ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ മുമ്പ് പഠിച്ച നാടകമായിരുന്നു, അത് പൂർത്തിയായി. ഇനി നമുക്ക് പുതിയ പാഠമാണ് ഖുൻ ജമീലൻ യാ ഫത. അതൊരു കവിതയാണ്. നമുക്കൊന്ന് ആദ്യമായി ആ കവിത ഒന്ന് പാടി നോക്കാം. لما الحزن والأسى لما الهم يا فتى لا تغلق نافذتي فتعتزل الجميع هيا استنشق الهوى هيا استقبل الربيع كن جميلا يا فتى ترى الكون جميلا تفاءل هيا يبتسم والحياة مليئتي بالجمال والنعم والأمان المولية تزيل عنا الألم والعتامة والظلم تفتتح باب الضياء فتفرحوا نعم نعم كن جميلا يا فتى ترى الكون جميلا. അപ്പോൾ കവിത നിങ്ങൾ കേട്ടു. എന്താണ് പറയുന്നത്? കുൻ ജമീലൻ. അപ്പോൾ മുമ്പ് നമ്മൾ പഠിച്ചത് ഒരു നല്ല ഒരു കുട്ടീനെ ഒരു ചെറിയ മരുന്ന് കൊടുത്ത് അല്ലെങ്കിൽ ഒരു മധുരം കൊടുത്ത് അവനെ എന്ത് ചെയ്തു? തെറ്റിലേക്ക് അവൻ പോയി. അപ്പോൾ ഇവിടെ ഈ പദ്ധതി പറയുന്നത് എന്താണ്? കുൻ ജമീലൻ യാ ഫത്ത. യുവാവേ, ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ് എന്നർത്ഥം. യുവാവേ സുന്ദരനാകൂ, നല്ലവനാകൂ എന്നാണ്. ലിമൽ ഹുസ്നു വൽ അസ ലിമൽ ഹമ്മു യാ ഫത. യുവാവിനോട് പറയാൻ, യുവാവേ എന്തിനാണ് ദുഃഖവും സങ്കടവും പ്രയാസവും? എന്തിനാണ്? ലാ തുഅലിക് അന്നാഫിദ. ലാ തുഅലിക്, നീ അടച്ചിടരുത്, നീ ക്ലോസ് ചെയ്യരുത്. അന്നാഫിദ, ജനലുകൾ. വതഅതസിലുൽ ജമീഅ, എല്ലാവരിൽ നിന്ന് നീ അകന്നു നിൽക്കരുത്. അപ്പോൾ എല്ലാവരിൽ നിന്നും നീ അകന്ന് ജനലുകൾ അടക്കരുതേ എന്നർത്ഥം. ഹയ്യ ഇസ്തൻഷിഖ് അല്ലവാ ഹയ്യ ഇസ്തഖ്ബിൽ അർറബിയ. ഹയ്യ എന്ന് പറഞ്ഞാൽ വരൂ എന്നർത്ഥം. ഹയ്യ വരൂ, ഇസ്തൻഷിഖ് അൽഅവാ വായു ശ്വസിക്കാം, ശുദ്ധമായ വായു നമുക്ക് എന്ത് ചെയ്യാം? ശ്വസിക്കാം. ഹയ്യ വരൂ, ഇസ്തഖ്ബിൽ അർറബി വസന്തത്തെ വരവേൽക്കാം. കുൻ ജമീലൻ യാ ഫത, ഏ യുവാവേ നീ സുന്ദരനാകൂ. തറൽ കൗനു ജമീലൻ, തറൽ കൗമു ജമീലൻ. ജമീല എന്താ? ജമീല പറഞ്ഞാല് ഭംഗി എന്നർത്ഥം അല്ലേ? ഈ പ്രപഞ്ചത്തെ എന്ത് ചെയ്യാ? ഭംഗിയുള്ളതായി കാണാം. തറ, നിനക്ക് കാണാം. അൽ കൗൻ, ഈ പ്രപഞ്ചം, ഈ ലോകം, ജമീലൻ ഭംഗിയായിട്ട് നമുക്ക് കാണാം. തഫാഅൽ ഹയ്യ ബതസിം വൽ ഹയാതു മലിഅ. തഫാഅൽ ഹയ്യ ബതസിം, ശുഭാപ്തി വിശ്വാസിയാകൂ, വരൂ, പുഞ്ചിരിക്കൂ എന്നർത്ഥം. വൽ ഹയാതു മലിയത്തുൻ, ജീവിതം നിറഞ്ഞതാണ്, സന്തോഷം നിറഞ്ഞതാണ് ജീവിതം എന്നുള്ളത്. അതുകൊണ്ട് വരൂ, ശുഭാപ്തിയായി വിശ്വാസിയാകൂ, പുഞ്ചിരിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. ബിൽ ജമാലി വന്നിഅം വൽ അമാനി മുളിഅ, സൗന്ദര്യത്താലും അനുഗ്രഹങ്ങളാലും ശോഭനമായ പ്രതീക്ഷകളാലും. ബിൽ ജമാലി വന്നിഅം, സൗന്ദര്യവും അനുഗ്രഹങ്ങളും. വൽ അമാനി, പ്രതീക്ഷകളും. മുളിഅൻ, എങ്ങനത്തെ പ്രതീക്ഷയാണ്? മുളിഅൻ, പ്രകാശിക്കുന്ന. തുസീഹു അന്നൽ അലം വൽ അഥമ വൽ ളുലം. തുസീഉൽ അന്ന അൽ അലം, തുസീഉ അന്ന, നമ്മളെ തൊട്ട് എന്ത് ചെയ്യുന്നു? അകന്നു നിൽക്കുന്നു, നീക്കുന്നു. അല്ലലും വേദന. വൽ അഥമു,
അന്ധകാരം, വല്ലുലും ഇരുട്ടും അന്ധകാരവും അതേപോലെ വേദനയും ഒക്കെ എന്ത് ചെയ്യുന്നു, അകന്നു നിൽക്കുന്നു, നീക്കുന്നു എന്നർത്ഥം. തഫ്തഹുൽ ബാബുൽ ളിയാ ഫതഫറഹു നഅം നഅം. തഫ്തഹുൽ ബാബുൽ ളിയാ, പ്രകാശത്തിന്റെ വാതിലുകൾ തുറക്കൂ. വതഫറഹു നഅം നഅം, അപ്പോൾ അതേ നിനക്ക് സന്തോഷിക്കാം. അപ്പോൾ പ്രകാശത്തിന്റെ വാതിൽ തുറന്നാൽ നിനക്ക് എന്ത് ചെയ്യാം, സന്തോഷിക്കാം. കുൻ ജമീലൻ യാ ഫത, ഏ യുവാവേ സുന്ദരനാകൂ. തറൽ കൗനു ജമീലൻ, പ്രപഞ്ചത്തെ ഭംഗിയുള്ളതായി കാണാം. അപ്പോൾ ഇതിന് താഴെയുണ്ട് നെക്രൗ വനുജീബ്, നമുക്ക് വായിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം താഴെ കൊടുത്തിരിക്കുന്ന ഉത്തരം എഴുതാമെന്ന്. എന്താ പറയുന്നത്? യഖൂലു ഷായിറു ഇബ്നുൽ ഹുജൈർ. അപ്പൊ ഈ ഷായിർ ആരാ? ഇബ്നു ഹുജൈറാണ്. ഇബ്നു ഹുജൈർ പറയുകയാണ്, യാ ഫത, ഇത് നമ്മളെ കവിതയുടെ അത് ഇതിന്റെ ഉള്ളടക്കമാണ് പറയുന്നത്. എന്തായാലും പറഞ്ഞത്, യാ ഫത കുൻ ജമീലൻ വ കരീമൻ ഫിൽ ഹയാതി. യാ ഫത, കവി പറയുകയാണ്, യുവാവേ, കുൻ ജമീലൻ, നീ ജീവിതത്തിൽ സുന്ദരനും, വ കരീമൻ ഫിൽ ഹയാതി, ജീവിതത്തിൽ എന്താണ്, മാന്യനുമാവുക, ജീവിതത്തിൽ നീ മാന്യനും സുന്ദരനും ആവുക. ഫതറാ ദുനിയാ ജമീലത്തൻ റായിയത്തൻ, അപ്പോൾ ഈ പ്രപഞ്ചത്തെ, ഈ ഭൂമിയെ, ഈ ലോകത്തെ നിനക്ക് എന്ത് ചെയ്യാം, ഭംഗിയുള്ളതായിട്ട് കാണാം. വലാ തകുൻ ഹസീനൻ വകസൂലൻ ഫിൽ ഹയാതി, ജീവിതത്തിൽ നീ ദുഃഖിതനും മടിയനുമാകരുത്. ഖാലിഖിൻ നാസി ബിഖുൽഖിൻ ഹസനി, ഖാലിഖുൻ നാസി ബിഖുൽഖിൻ ഹസനി, ജനങ്ങളുമായി നല്ല നിലയിൽ പെരുമാറുക, ജനങ്ങളോട് നല്ല നിലയിൽ, നല്ല സ്വഭാവത്തോടു കൂടെ പെരുമാറുക. കുൻ ബാസിമൻ മസ്റൂറൻ തവൽ ഹയാത്തി, ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിയോടായിരിക്കണം നീ. കുഞ്ഞാഗ് ബാസിമൻ മസ്റൂറൻ, ജീവിതത്തിൽ എന്താണ്, നല്ല സന്തോഷത്തോടുകൂടെ, നല്ല പുഞ്ചിരിയോടുകൂടെ. തവാല, ജീവിതം മുഴുവനും അങ്ങനെ ആയിരിക്കണം. ലിഅന്നൽ ഹയാത, തീർച്ചയായും ജീവിതം, മംലൂഅത്തുൻ, അത് നിറക്കപ്പെട്ടതാണ്, ബിനിഅമില്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടും, വൽ അമാനിൽ ഹുൽവ, മധുരമായ അഭിലാഷങ്ങളെ കൊണ്ടും നിറക്കപ്പെട്ടതാണ് ജീവിതം എന്നുള്ളത്. വഹിയ തുദ്ഹിബു അന്നൽ അഹ്സാൻ, അത് തുദ്ഹിബു, അത് അകറ്റി നിൽക്കുന്ന, അന്ന ഞങ്ങളെ തൊട്ട്, അൽ അഹ്സാൻ, ദുഃഖങ്ങളും, വല്ലുലും ഇരുട്ടും, ഫി ഹയാത്തിനെ, നമ്മളുടെ ജീവിതത്തിൽ. അപ്പൊ അത് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യും, അതിന്റെ ദുഃഖങ്ങളും ഇരുട്ടിനെയും നീക്കുന്നു. ഇഫ്തഹ് യാ ഫത അബ്വാബൻ നൂരി വൽ ഖൈർ, ഇഫ്തഹ്, നീ തുറക്ക്, യാ ഫത, ഈ വാവേ, അബ്വാബൻ നൂരി, പ്രകാശത്തിന്റെ വാതിലും, വൽ ഖൈർ, ഖൈറിന്റെ വാതിൽ നീ തുറക്ക്. ഫതൽക്കൽ ഹയാത്ത് സഈദത്തും മസ്റൂറ, അങ്ങനെ നീ ജീവിതത്തിൽ എന്താകും, സന്തുഷ്ടകരമായി നിനക്ക് കാണാൻ സാധിക്കുന്നതാണ്. നീ സന്തുഷ്ടനായി നിനക്ക് കാണാൻ സാധിക്കും. എന്തിൽ? പ്രകാശം. എങ്ങനത്തെ പ്രകാശം? പ്രകാശത്തിന്റെ വാതിൽ തുറന്നാൽ നീ നല്ല സ്വഭാവമായിട്ടായിരിക്കും നിനക്ക് കാണാൻ കഴിയുക, നല്ല സന്തോഷത്തോടു കൂടെയായിരിക്കും നിനക്ക് ജീവിക്കാൻ സാധിക്കുക. ഇതാണ് ഈ കവിതയിലുള്ളത്. ഇനി അതിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതാവേണ്ടത്, മതാ യൽഖ അൽ ഫത ഹയാത്തു സഈദ, യുവാവ് ജീവിതത്തെ സന്തോഷകരമായി കാണുന്നതപ്പോൾ. ബിമ തംതലിഉൽ ഹയാത്ത്, ജീവിതം നിറക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയൊക്കെയാണ് ജീവിതം നിറച്ചത്? ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ. കൈഫ യുആമിലുൽ ഫതന്നാസ്, യുവാവ് ജനങ്ങളോട് പെരുമാറുന്നത് എങ്ങനെയാണ്? മാഹിൽ ഉമുറുല്ലത്തി തുദ്ഹിബുൽ ഹയാത്ത്, ജീവിതത്തിന്റെ ഇരുട്ടുകൾ നീക്കാനുള്ള കാര്യങ്ങൾ ഏവ? കൈഫ യകൂനുൽ ഫത ഹസീനൻ ഫിൽ ഹയാതിഹി, യുവാവ് ജീവിതത്തിൽ ദുഃഖിതനാവുന്നത് എങ്ങനെയാണ് യുവാവ് ജീവിതത്തിൽ ദുഃഖിതനാവുന്നത്? ഈ 5 ക്വസ്റ്റ്യന്റെയും ഉത്തരം ആണ് ഇതിൽ നമ്മൾ ഈ കവിതയിലുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾ അത് എഴുതണം. ഇനി അതിൽ പറയുന്നത്, നുൻഷിദുൽ മദ്ലൂം വനക്തശിഫു മിന്നുൽ മുതറാദിഫാത്തിൽ അൽഫാൽ അത്താലിയ വനക്തുബ്. താഴെ കൊടുത്തിരിക്കുന്ന 10 വാക്കുകളുണ്ട്. ആ 10 വാക്കുകളുടെയും മുത്തറാദിഫ് എഴുതാനാ പറയുന്നത്. ആ മുത്തറാദിഫ് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടും? ഈ കവിതയിലുണ്ട്. എന്താ മുത്തറാദിഫ് എന്ന് പറഞ്ഞാല്? പര്യായ പദം എഴുതാനാണ്. ഷാബുൻ എന്ന് പറഞ്ഞാൽ യുവാവ് എന്നർത്ഥം. ആ യുവാവിന്റെ, ഇവിടെ ഈ കവിതയിൽ യുവാവിന് ഷാബ് എന്നല്ല
അവിടെ എന്ത് ചെയ്തിരിക്കുന്നത് ഉപയോഗിച്ചിട്ടുള്ളത്. വേറെ ഏതോ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഷാബുൻ എന്നുള്ളതിന്റെ യുവാവ് എന്നുള്ളതിന് അതേ ഒരു പദമുണ്ട് ഈ കവിതയിലുണ്ട്. അത് എടുത്തെഴുതാനാ. ഷാബ്, നൂറ്, എന്താ നൂറ് എന്തെങ്ങൾക്ക് അറിയാം, മുനീർ, ആലം, ഈശത്ത്, റഹബ, റായൻ, ബറക്കാത്ത്, ഷുബാക്ക്, തമന്നിയാത്ത്, ഇതിൻ്റെ ഒക്കെ ഒരേ പദം വരുന്ന ഒരു വാക്ക് ഇതിലുണ്ട്, നമ്മൾ കവിതയിലുണ്ട്. അത് നിങ്ങൾ എഴുതുക. എന്താ നൂറ് എന്ന് പറഞ്ഞാൽ പ്രകാശം, മുനീറത്ത് പറഞ്ഞാൽ പ്രകാശിക്കുന്ന അർത്ഥം, ആലം എന്ന് പറഞ്ഞാൽ ലോകം എന്നർത്ഥം, ഈശത്ത് എന്ന് പറഞ്ഞാൽ ജീവിതം, റഹബ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കാൻ അർത്ഥം, റാഹി എന്ന് പറഞ്ഞാൽ ഭംഗിയുള്ളത്, ബറക്കാത്ത് എന്ന അനുഗ്രഹങ്ങൾ, ഷുബാക്കറ ജനൽ, തമന്നിയാത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ. ഇതിനൊക്കെ വേറെ വാക്കാണ് ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് എന്താണെന്നും നിങ്ങൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ നിങ്ങൾ എഴുതുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത പുതിയ പാഠം നമുക്ക് എടുക്കാം അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.